എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളിവിടെ കാണിച്ചു തരുന്ന സംഭവം എന്താ വെച്ചാൽ, കുറച്ച് വടുകപ്പുള്ളി നാരങ്ങ നമുക്ക് കിട്ടി. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-8 എണ്ണം കേട്ടോ. അപ്പോൾ ആ വടുകപ്പുള്ളി നാരങ്ങ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ വടുകപ്പുള്ളി നാരങ്ങ കൊണ്ട് നമ്മളിവിടെ പച്ചയ്ക്ക് അച്ചാറിട്ട് വെച്ചു. ഒരു നാരങ്ങ നമ്മൾ പച്ചയ്ക്ക് അച്ചാറിട്ട് വെച്ചു. പിന്നെ അതിൽ കുറച്ച് കുപ്പിയിലാക്കി വെച്ചു. ബാക്കിയുള്ളത് നമ്മൾ ചെത്തിയിട്ട് മുളക് പൊടി ഉപ്പും എല്ലാ സംഭവങ്ങളും തിരുമ്പിയിട്ട് നമ്മൾ ഉണക്കാൻ വയ്ക്കുകയാണ് കേട്ടോ. ഇത് ഉണക്കാൻ വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ വടുകപ്പുള്ളി നാരങ്ങ കേട് വരില്ല. പിന്നെ നമുക്ക് എപ്പോൾ വേണമെച്ചാലും ഈ സംഭവം എടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ മിക്ക ആൾക്കാർക്കും അറിയാനുണ്ടാവുമായിരിക്കാം. പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാർക്കുള്ള അറിവിലേക്കായിട്ടാണ് നമ്മളിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ വടുകപ്പുള്ളി നാരങ്ങ അങ്ങനെ അധികം ഏതെങ്കിലും വീട്ടിലൊക്കെ വടുകപ്പുള്ളി നാരങ്ങ തോനെ വെച്ചാൽ എന്താ ഇത് കാട്ടുക എന്ന് വിചാരിച്ചിട്ട് ബേജാറാവാൻ നിൽക്കണ്ട. ഈ സാധനം ഇങ്ങനെ ചെത്തിയിട്ട് ഉപ്പും മുളകൊക്കെ തിരുമ്പിയിട്ട് നല്ല കടുന്നനെ ഉപ്പും മുളകൊക്കെ തിരുമ്പിയിട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിത് അച്ചാറുണ്ടാക്കിയിട്ട് വെക്കാൻ പറ്റും. അച്ചാറുണ്ടാക്കിയൊരു പ്രത്യേകതരം ടേസ്റ്റാണ് ഈ സംഭവം. അപ്പോൾ ഞാൻ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ചാറുണ്ടാക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ അടുത്ത പ്രാവശ്യം ഇത് അച്ചാറുണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ആ അച്ചാർ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ സംഭവം നമ്മൾ ഉണക്കുക. ഇത് അതായത് അപ്പോൾ ഇത് നല്ലോണം ഉപ്പും നല്ലോണം മുളക് പൊടി ഇട്ടിട്ട്, ഇതിൽ മുളക് പൊടി ഇട്ടാക്കുന്നത് പറഞ്ഞാൽ കാശ്മീരി ചില്ലി കുറച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ ലേശം കളറ് കിട്ടാൻ വേണ്ടിയിട്ടേ, അതാണ് ഈ കളറ്. കാശ്മീരി ചില്ലിയുടെ കളറാണ്. മുളക് പൊടിക്ക് എരിവുണ്ട്, കാശ്മീരി ചില്ലിക്ക് കളർ ലേശം കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ടെറസിൻ്റെ മേലെ ഉണക്ക ടർക്കാണ്, വേറെ എവിടെ നല്ല വെയിലില്ല. അപ്പോൾ ടെറസിൻ്റെ മേലെ ഷീറ്റിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പൊള്ളുമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.